ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. ഇറാന്റെ ബങ്കർ ആണവ കേന്ദ്രമടക്കം തുരന്നു തകർത്ത അമേരിക്കൻ സൈനിക ഓപ്പറേഷൻ ഉപയോഗിച്ചത് ലോകം ഇതുവരെ കേട്ടതുപോലെ തന്നെ ഏറ്റവും അത്യാധുനികമായ, ലോകത്ത് ഏറ്റവും വിലപിടിച്ച അമേരിക്കയുടെ B-2 സ്പിരിറ്റ് ബോംബർ വിമാനങ്ങൾ. അതിനപ്പുറം ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമറിൻ്റെ വിവരങ്ങൾ കൂടുതൽ പുറത്തു വരികയാണ്. ഓപ്പറേഷനായി അമേരിക്കൻ വ്യോമ പോരാളികൾ ആകെ എടുത്തത് 57 മിനിറ്റ്. ഫിർദോ ഭൂകമ്പ ബങ്കറിൽ ആകെ വിക്ഷേപിച്ചത് 13 ബങ്കർ ബസ്റ്റർ ബോംബുകൾ. അതിൻ്റെ ഭാരം 15,000 കിലോ വരും. വില $1.5 മില്യൺ. 200 മീറ്റർ ഭൂമിക്കടിയിൽ ഇറാൻ സുരക്ഷിതമാക്കിയിരുന്ന തങ്ങളുടെ ഫിർദോ ന്യൂക്ലിയർ കേന്ദ്രം ചാരമായിപ്പോയി. ഒപ്പം പസഫിക് കടലിൽ നിന്നും US ന്യൂക്ലിയർ അന്തവാഹിനികൾ 2 ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ക്രൂയിസ് മിസൈലുകൾ തൊടുത്തുവിട്ടു. അങ്ങനെ ഇറാൻ്റെ 3 തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങൾ ചാരമായി. ഏറ്റവും ഒടുവിൽ ചാരക്കണ്ണുകൾ കണ്ടുപിടിച്ചത് അമേരിക്കയുടെ ബോംബാക്രമണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് 100 കണക്കിന് ട്രക്കുകളിൽ ഈ ആണവ കേന്ദ്രങ്ങളിൽ നിന്നും ലോഡുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ്. അങ്ങനെയെങ്കിൽ ഇറാൻ അവിടെ നിന്നും തങ്ങളുടെ യുറേനിയം ആയുധങ്ങൾ അല്ലെങ്കിൽ ആണവ സമ്പുഷ്ടീകരണ ഉൽപ്പന്നങ്ങൾ മാറ്റി എന്ന് വേണം കരുതാൻ. 5 പാളി പാറയുടെ സുരക്ഷയിലാണ് ഫിർദോ ആണവ കേന്ദ്രം ഇറാൻ ഒരുക്കിയിരുന്നത്. അതിൻ്റെ 5 പ്രധാന കവാടങ്ങൾ, അതിൽ 3 വളരെ കൃത്യതയോടെ നശിപ്പിക്കാൻ US ബോംബറുകൾക്കായി. US ബോംബറുകൾ ഇറാൻ വ്യോമ അതിർത്തി കടന്നപ്പോൾ പക്ഷേ ആ വിമാനങ്ങളെ ഇറാൻ്റെ റഡാർ സംവിധാനങ്ങൾക്കോ ഫ്ലൈറ്റ് ട്രാക്കറുകൾക്കോ കണ്ടെത്താനായില്ല എന്നതാണ് ഞെട്ടിക്കുന്നത്. ഇടതടവില്ലാതെ ഇസ്രയേലിലേക്ക് തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈലുകൾ കൊണ്ട് പ്രഹരം നടത്തുന്ന ഇറാൻ സേന ഈ ബോംബറുകളെ കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ സംവിധാനത്തിൻ്റെ പാളിച്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മിസോറിയിലെ വൈറ്റ്മൻ എയർബേസിൽ നിന്നും പറന്നുയർന്ന US ദൗത്യ വിമാനങ്ങൾ ഇന്ധന റീഫ്യൂവലിംഗ് KC-135 അടക്കം ടാങ്കർ അടക്കം 129 എണ്ണമായിരുന്നു. 2 ഗ്രൂപ്പുകളായി പിരിഞ്ഞ US ദൗത്യസംഘത്തിലെ ഒരു ഗ്രൂപ്പ് ഇന്തോനേഷ്യയിലെ ഡിഗോ ഗാർഷ്യയിൽ ഇറാൻ്റെ പടക്കപ്പലുകളിൽ നിന്നുണ്ടാകുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ വിന്യസിച്ചു. അടുത്ത ഗ്രൂപ്പ് നേരെ ഗുവാം വ്യോമത്താവളത്തിലെത്തി അവിടെ നിന്നും ഇറാഖ് വഴി ഇറാൻ്റെ അതിർത്തിയിലേക്ക്. ഈ B-2B ബോംബർ വിമാനങ്ങളാണ് ഇറാൻ്റെ ഫ്ലൈറ്റ് ട്രാക്കറുകളെയും റഡാറുകളെയും സെൻസറുകളുമൊക്കെ കബളിപ്പിച്ച് അങ്ങനെ ഇറാൻ്റെ വ്യോമ അതിർത്തിയിലേക്ക് കടന്നത്. ഇൻ്റർനാഷണൽ എയർ സ്പേസിൽ ഈ ബോംബറുകൾക്കായി റീഫ്യൂവലിംഗ് ടാങ്കർ സഞ്ചരിക്കുന്ന ഒരു ഇന്ധന സ്റ്റേഷനായി നിലയുറപ്പിക്കുകയും ചെയ്തു. B-2 ബോംബർ വിമാനങ്ങൾ ഇറാഖ് വഴി ഇറാനിലേക്ക് കടന്നതോടെ മിഷൻ അതിൻ്റെ തന്ത്രപരമായ ഘട്ടത്തിലേക്ക് കടന്നു. ഇറാൻ്റെ അതിർത്തിയിലേക്ക് കടന്നു കയറിയ B-2 ബോംബറുകൾക്കിടയിൽ റഡാർ സിഗ്നലുകൾ ബ്ലോക്ക് ചെയ്യുന്ന ഏവിയോണിക്സ് വാർഫെയർ വിമാനങ്ങളെയും കടത്തിവിട്ടു. ഇതോടെ ഇറാൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ ആകെ ആശയക്കുഴപ്പത്തിലായി. വളരെ സാവധാനം നീങ്ങിക്കൊണ്ടിരുന്ന ഈ B-2 ബോംബർ വിമാനങ്ങൾ ഇറാൻ്റെ റഡാറുകൾ കണ്ടെത്തിയതുമില്ല. 6 സുപ്രധാന തെർമൽ കവാടങ്ങളാണ് ഫിർദോ ഭൂഗർഭ നിലയത്തിലേക്കുള്ളത്. ഓരോന്നും 200 മീറ്റർ വീതം നീളമുള്ള ടണലുകൾ. ഈ ടണലിനടി അകത്തുകൂടിയാണ് യുറേനിയം സമ്പുഷ്ട നിലയത്തിലേക്ക് കടക്കേണ്ടത്. അവിടെ നിന്ന് 160 മീറ്റർ ഭൂമിക്കടിയിലാണ് മറ്റൊരു സുരക്ഷാ പാളിയിൽ ഫിർദോ ആണവ നിലയം ഒരുക്കിയിരിക്കുന്നത്. സാധാരണ ബോംബുകൾക്കൊന്നും ഈ പർവ്വതത്തെ ഭൂഗർഭ ബങ്കറിനെ തകർക്കാനാകില്ല. ആഴത്തിൽ തുരന്നു കയറുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ അത് US-ൻ്റെ B-2 വിമാനങ്ങൾക്ക് മാത്രമാണുള്ളത്. 4 പ്രധാന കവാടങ്ങളെയും ആക്രമിച്ചു. 3 വാതിലടക്കം കൃത്യതയോടെ തകർക്കാനായി എന്നാണ് റിപ്പോർട്ട്. 1 മണിക്കൂർ മുമ്പ് കടലിലുള്ള US ന്യൂക്ലിയർ അന്തർവാഹിനി ഇസ്ഫഹാൻ ന്യൂക്ലിയർ കേന്ദ്രത്തിനെതിരെ തൊടുത്തുവിട്ടത് 30 ക്രൂയിസ് മിസൈലുകൾ. അങ്ങനെ ആ ആണവ കേന്ദ്രവും തകർന്ന് തരിപ്പണമായി. വീണ്ടും ഫിർദോ ബങ്കറിന് നേരെ US-ൻ്റെ B-2 ബോംബറുകൾ 3 ബങ്കർ ബസ്റ്റർ ബോംബുകൾ കൂടി വിക്ഷേപിച്ചു. തൊട്ട് പിന്നാലെ 14 MOP ബോംബുകൾ പ്രയോഗിച്ച് നിലയം തകർത്ത് തരിപ്പണമാക്കി. ഫിർദോ കേന്ദ്രത്തിൽ നടന്ന ബോംബാക്രമണത്തിൽ അങ്ങനെ ആ നിലയത്തിൻ്റെയും തകർച്ച ഉറപ്പാക്കി. 1 മണിക്കൂറിനകം B-2 ബോംബർ വിമാനങ്ങൾ ഇറാൻ്റെ അതിർത്തി തിരികെ വിടുകയും ചെയ്തു. കണ്ടാൽ പറക്കും തളിക പോലെ ഇരിക്കും. സാധാരണ യുദ്ധ വിമാനങ്ങളെ അപേക്ഷിച്ച് ഒരു തളികയുടെ രൂപമാണ് ഇവയ്ക്ക്. അവയുടെ പെയിൻറ്റ് പോലും റഡാറുകളെയും സെൻസറുകളെയും കബളിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. ശബ്ദം പോലും ഫ്ലൈറ്റ് ട്രാക്കറുകൾക്ക് പിടിച്ചെടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ശബ്ദമാണ് ഈ B-2 ബോംബർ വിമാനങ്ങൾക്ക്. അങ്ങനെ US വ്യോമസേനയുടെ കൃത്യതയാർന്ന ഈ വിമാനങ്ങൾ ഇറാൻ്റെ ഫ്ലൈറ്റ് ട്രാക്കർ സംവിധാനങ്ങൾ അവരെ കബളിപ്പിച്ച്
കനത്ത നാശനഷ്ടങ്ങളാണ് ഇറാന് വരുത്തിവെച്ചത്. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. ഇതിനു മുമ്പ് 2009 ഇറാഖിലാണ് ഈ US-ൻ്റെ B-2 ബോംബർ വിമാനങ്ങൾ ആദ്യമേ പരീക്ഷിച്ചത്. പിന്നീട് ലിബിയയിലും യമനിലുമൊക്കെ B-2 സ്പിരിറ്റ് ബോംബറുകൾ വിവിധ ദൗത്യങ്ങളിൽ പങ്കാളിയായത് ചരിത്രമാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഫിർദോ ബങ്കറിൽ ആക്രമണം നടക്കുന്ന ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ നിന്നും നൂറുകണക്കിന് ട്രക്കുകളിൽ ലോഡുകൾ ഇവിടെ നിന്ന് നീക്കുന്നത് ഉപഗ്രഹ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇറാൻ തങ്ങളുടെ യുറേനിയം ഉൽപ്പന്നങ്ങൾ എങ്ങോട്ട് മാറ്റിയെന്നാണ് ഇപ്പോൾ US അന്വേഷിക്കുന്നത്.